coming to our second part of our talk, ഇതിൽ penile infection, penile hygiene and penile health ഇതിന്റെ പറ്റി കുറച്ചുകൂടിയും ഒരു ഐഡിയ കിട്ടിയ നന്നായി. ഇത് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കണ്ടിന്യൂഷൻ തന്നെയാണ്. അഗ്രചർമ്മം ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എക്സ്ട്രാ ചർമ്മം അവിടെ ഉള്ളത് കൊണ്ട് അതിനൊരു കുറെ മടക്കുകളും ഒരു പോക്കറ്റുകളും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അവിടെയെല്ലാം പ്രത്യേകിച്ച് ഒരു ബാക്ടീരിയ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് വളരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അതൊരു നനവുള്ള ഒരു സാഹചര്യം അവിടെ വരികയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളിലെ ആണുങ്ങളുടെ മാത്രമല്ല സ്ത്രീകളും ഉണ്ടാവാം, ഈ ഇവിടുന്നുള്ള ഈ നമ്മുടെ ലിംഗാഗ്രത്തിന്റെ എന്നുള്ള ഒരുപാട് ഈ ഒരു സ്മെഗ്മ എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇത് സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സ്മെഗ്മ ആണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, സ്ത്രീകൾക്കും ഉണ്ടാവാം. അത് പ്രത്യേകിച്ച് ക്ലൈറ്ററസിന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ലേബിയയുടെ ഫോൾഡുകളിലൊക്കെ ചിലപ്പം ഇതേപോലെ നമ്മൾ കാണാം, പെണ്ണുങ്ങൾക്കും ഉണ്ടാവാവുന്നതാണ്. അപ്പൊ ഇതിൽ ഈ സ്മെഗ്മന്റെ ഒരു അക്യൂമുലേഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതും ഒരു ഇൻഫെക്ഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് വളരെ അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പോലും സാധ്യതയുള്ള ഒരു സംഗതിയാണ്. നോർമലി ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഈ സർക്കംസിഷൻ ചെറുപ്പം തൊട്ട് ചെയ്യുന്നതാണ്. ഈ സർക്കംസിഷൻ സപ്പോസിറ്റ്ലി ഒരു ഹെൽത്തി പ്രാക്ടീസ് ആണോ? ഡസ് ഇറ്റ് പ്രിവെന്റ് പീനൈൽ ഇൻഫെക്ഷൻ? സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ സർക്കംസൈസ് ചെയ്ത ആണുങ്ങളിൽ ഇൻഫെക്ഷന്റെ സാധ്യത കുറവാണ്. അത് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളുണ്ട് അത് ഉണ്ടാവാൻ. എന്നാലും ഞാൻ ആ കണക്കവിടെ വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമുക്കൊരു അഗ്രചർമ്മം അവിടെ ഉണ്ടാവുമ്പോൾ അത് നന്നായി ശുചിയാക്കാനുള്ള ഒരു ചെറിയൊരു വെല്ലുവിളി അവിടെയാണ്. അത് എടുക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓരോ പുരുഷന്റെയും അഗ്രചർമ്മം ഉള്ള ഒരു പുരുഷന്റെയും ഒരു വലിയൊരു ഡ്യൂട്ടിയാണ് അത് നന്നായി ക്ലീൻ ചെയ്യുന്നത്. അത് പലരും ചെയ്യും. അതിനൊരു കാഷ്വൽ ആയിട്ട് അത് ക്ലീനിങ് നടക്കുന്നത്, അത് വെള്ളം ഒഴിച്ചാൽ അല്ലാണ്ട് അത് വളരെ കൃത്യമായി മെറ്റിക്കുലസ് ആയിട്ട് ക്ലീനിങ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളിപ്പോ നന്നായിട്ട് വളരെ ശുഷ്കാന്തിയോടെ കൃത്യമായിട്ട് ദിവസത്തിൽ 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന ഒരാളെ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ, സർക്കംസൈസ് ചെയ്ത ഒരാളെയും ഇങ്ങനെ കൃത്യമായി ചെയ്യുന്ന ഒരാളെ താരതമ്യപ്പെടുത്തിയാൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ പ്രശ്നം ഇതാണ്, ഈ അഗ്രചർമ്മം അവിടെ നിൽക്കുന്നത് കൊണ്ട് ക്ലീനിങ്ങില് ഒരു പിന്നാക്കം പോകുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ വാട്ട് ഈസ് ദ റൈറ്റ് മെത്തേഡ് ഇഫ് പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു ക്ലീൻ? എന്തായിരിക്കും ദ റൈറ്റ് മെത്തേഡ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പലരും ശരിക്കും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ ക്ലീൻ ചെയ്യുന്ന, നമ്മൾ എപ്പോഴും കുളിക്കുന്ന സമയത്തായാലും മതി, അത് കുളിക്കുന്ന സമയത്ത് ഈ അഗ്രചർമ്മം പൂർണ്ണമായും പുറകിലേക്കാക്കി, നമുക്ക് പറ്റാവുന്നിടത്തോളം പുറകിലേക്കാക്കി. അത് പുറകിലേക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണിച്ച് എന്താ പ്രശ്നം നമ്മൾ നോക്കണം. ചിലപ്പോൾ ചില കണ്ടീഷനുകളിൽ, ചില രോഗാവസ്ഥകളിൽ അത് സാധിക്കില്ല. അതെന്താണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം. അതല്ലാതെ നമുക്ക് പറ്റാത്തളം മാക്സിമം അത് പുറകിലേക്കാക്കി, പേടിയൊരു കാരണമാവരുത് അത്. പക്ഷെ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളത് പുറകിലേക്ക് മുഴുവനാക്കി ഈ മടക്കുകളെല്ലാം, തൊലിയുടെ മടക്കുകളിലെല്ലാം നല്ല നിവർത്തി നല്ലോണം ക്ലീൻ ചെയ്യണം. അതിന് നേരത്തെ പറഞ്ഞ പോലെ ലൂക്ക് വാം വാട്ടർ മതി, വേറെ ഒന്നും ഒരു സോപ്പും ഉപയോഗിക്കേണ്ട സത്യം പറഞ്ഞ ആവശ്യമില്ല. ലൂക്ക് വാം വാട്ടറിൽ നന്നായിട്ട് ഒരു തരത്തിലുള്ള ഇപ്പൊ സ്മെഗ്മ ഉണ്ടാവും, നല്ല പല സ്മെഗ്മ ഡെയിലി സെക്രീഷൻ ഉണ്ടാവുന്ന സ്മെഗ്മ എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ചത്തുപോകുന്ന കോശങ്ങളുടെ അംശങ്ങൾ, ചില ആ ഭാഗത്തു നിന്നുള്ള ചില സ്നേഹഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവങ്ങൾ, വേർപ്പ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സ്മെഗ്മ എന്ന് പറഞ്ഞത്. അതെല്ലാ ഇതിലും ഉണ്ടാവും. ഈ സ്മെഗ്മ എല്ലാം നമ്മൾ ഈ കഴുകുമ്പം നമ്മളത് കളയേണ്ടതാണ്. അത് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് പ്രധാനമായിട്ട്. അത് പലപ്പോഴും വിട്ടുപോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇത് ഡ്രൈ ആക്കണം.
ഒട്ടും നനവില്ലാത്ത രീതിയിൽ ആക്കണം. അപ്പൊ നന്നായി ഉരയ്ക്കൊന്നും വേണ്ട, ഒപ്പി മുഴുവൻ വെള്ളവും ഇല്ലാത്ത അവസ്ഥയിൽ ആക്കിയതിന് ശേഷം അഗ്രചർമ്മം പഴയതുപോലെ തിരിച്ചിടുക. ഇതാണ് എന്നാൽ മാത്രമേ അത് പൂർണ്ണമാവുന്നു. അപ്പൊ അതായത് ഏത് ക്ലീനിങ്ങും അങ്ങനെയാണല്ലോ. ആദ്യം അതിന്റെ മീഡിയം, നമുക്ക് വെള്ളം മതി, ലൂക്കോം വാട്ടർ മതി, വില്യം അത് എല്ലാ ഏരിയയിലും റീച്ച് ഔട്ട് ചെയ്യുക, എല്ലാ ഏരിയയിലും എത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. 3, അത് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കുക, ഒട്ടും നനവില്ലാത്ത രീതിയിലൊക്കെ. ഇത് 3 ചെയ്താലേ അത് കംപ്ലീറ്റ് ആവും, മുഴുവനാവുന്നുള്ളൂ. ഇത് എന്തായാലും ചെയ്യണം. ഇത് എപ്പോൾ ചെയ്യണം, എത്ര പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് 1 or 2 പ്രാവശ്യം, 2 പ്രാവശ്യം ഞാൻ പറയും. 2 പ്രാവശ്യം നമ്മൾ കുളിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ 2 പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ ഇത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ ഒരു പ്രശ്നമില്ല, ഈ പതയൊക്കെ ഒരു ഇറിറ്റന്റ് ആണ്. ഈ പതയൊക്കെ അതിനകത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ക്ലീൻ ചെയ്ത്, പത പോലും ഇല്ലാതെ അതിന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രധാനമാണ്. പിന്നെ ഈ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അഗ്രചർമ്മം ഉള്ള ആൾക്കാരുടെ ഈ ലിംഗാഗ്രം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് അതൊരു കോണ്ടാക്ട് ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടില്ല. അപ്പൊ സ്കിന്നൊക്കെ വളരെ ലോലമായിരിക്കും, അതിന്റെ പുറത്തുള്ള മെംബ്രെയിൻ വളരെ ലോലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് ഡാമേജ് വരാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. ഈ യൂറിനേഷൻ കഴിഞ്ഞിട്ട് ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ക്ലീനിങ് ദ ഷുഡ് ബി ക്ലീൻ. നമ്മുടെ അവിടെ എനിക്ക് എപ്പോഴും തോന്നി, ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട്, നമ്മുടെ അവിടെ മൂത്രമൊഴിച്ചവർ കാണുന്ന മൂത്രമൊഴിക്കാൻ എവിടെ പുറമെ പോയാലും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമുണ്ട്, മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ സ്ഥലമില്ല. ഇതൊന്ന് ഒരു പൈപ്പ് അവിടെ വേണ്ടേ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം ഇത് എന്തായാലും നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു അഗ്രചർമ്മം ഉള്ള ഒരാൾക്ക് ഈ നമ്മൾ മൂത്രമൊഴിച്ച ഇതിന്റെ ഇടയിൽ മൂത്രം നിൽക്കുന്നത് 100%. അത് അവിടെയായിട്ട് നമ്മൾ ഇനി എപ്പോഴാണ് ഇനി വീട്ടിലെത്തുന്ന അല്ലെങ്കിൽ എവിടെ പോയാൽ മാത്രമേ നെക്സ്റ്റ് കുളിക്കുന്നവരിക്കും നമുക്ക് അത് അവിടെ ഇരിക്കുകയല്ലേ, അതൊരു ഇറിറ്റന്റ് ആണ്, അത് വരാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു സ്ഥലത്തും ഞാൻ വളരെ അപൂർവമായിട്ട് ഈ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് ഞാൻ പറയും. അത് വേണം, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകേണ്ടതാണ്. ചില സമയത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ 1 or 2 drops ഇപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ഹവ് നോട്ട് വാഷ്, ഇന്നർ വെയറിൽ ഇങ്ങനെ 2 to 3 drops ഓഫ് യൂറിൻ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യത. അത് ശരി, അത് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്നാലും അത് സംഭവിക്കുന്ന ഒരു അസുഖമൊന്നുമല്ല. പലർക്കും അത് അസുഖമായിട്ടൊക്കെ വരാറുണ്ട് ആൾക്കാർ, ഇത് എന്റെ ഡ്രോപ്സ് ആയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഹോസ് വെച്ച് നനയ്ക്കുന്ന നമ്മൾ കണ്ടു കാര്യങ്ങൾ. ഹോസ് വെച്ച് നനച്ചു കഴിഞ്ഞ് പൈപ്പ് അടച്ച് ഹോസ് നിലത്തിട്ട് എന്താ സംഭവിക്കുക? എന്തായാലും കുറച്ച് വീഴും. അതെന്താ, പൈപ്പ് അടച്ചില്ലേ, എവിടുന്നാ വരുന്നത്? അപ്പൊ ഹോസിലുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂത്രനാളി എന്ന് പറയുന്ന ഒരു ഹോസ് തന്നെയാണ്. 20-25 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഹോസാണ്. അപ്പൊ സ്വാഭാവിക വളവും തിരിവൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ മൂത്രം തങ്ങി നിൽക്കും. അപ്പൊ അത് പിന്നീട് സ്ട്രെയിറ്റ് ആകുമ്പോൾ നമ്മൾ ഇളകുകയോ അല്ലെങ്കിൽ നമ്മൾ അത് സ്ട്രെയിറ്റ് ആവുകയോ ചെയ്യുമ്പോൾ മാത്രമേ പുറത്തേക്ക് വരും, പലപ്പോഴും പുറത്തേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പൊ ഏറ്റവും നല്ലത് അപ്പൊ തന്നെ അത് കളയുന്നത് തന്നെയാണ് ആ സമയത്ത് തന്നെ. പക്ഷെ നമ്മളുടെ അങ്ങനെ ഒരു സാഹചര്യം വളരെ കുറവാണ്. നമ്മുടെ അതിനുള്ളൊരു സൗകര്യം അത് കളയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മലദ്വാരം തൊട്ട് മുന്നിലേക്ക് ആ ഭാഗത്ത്, പെരിനിയം എന്ന് പറയുന്ന ഈ ഭാഗത്ത്, മലദ്വാരം തൊട്ട് ഈ മുന്നിലെ വൃഷ്ണത്തിന്റെ അവിടെ വരെയുള്ള ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ അത് പോകാവുന്നതാണ്. അത് കളയാവുന്നതേ ഉള്ളൂ. ആ ട്യൂബിലുള്ളത് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. ഒരു എക്സ്ട്രാ ഒരു മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി സമയം കൊടുത്താൽ അത് പോവും. നമ്മളത് പലപ്പോഴും അത് ധൃതിയിൽ ഒഴിച്ചു പോകുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വസ്ത്രധാരണ രീതിയും ഒരിക്കലും നമ്മളുടെ സിപ്പും ഇതും കറസ്പോണ്ടിങ് ഒന്നും ആയിരിക്കില്ല. അപ്പൊ ഒന്ന് വലിച്ചെടുത്ത് ഒക്കെ ആയിരിക്കും പലപ്പോഴും അത്. അപ്പൊ ഒരു വളവും കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ കെട്ടുന്നതിനുള്ള ചാൻസ് കുറവാണ്. അപ്പം ആ ധൃതിയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ. ഇഫ് യു ടേക്ക് ടൈം ആൻഡ് എംപ്റ്റി ദ യൂറിത്ര ഓൾസോ, ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. വേറൊരു വെരി കോമൺ തിങ് ഇൻ അവർ സൊസൈറ്റി which is maybe people are more aware now or increasing is erectile dysfunction. Kandamana myths, misconceptions, so many wrong ideas erectile dysfunction to vitinde. So what are the causes of erectile dysfunction? നമ്മളുടെ ഇറക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്. അതിൽ ആദ്യം തന്നെ നമുക്കൊരു
താല്പര്യം എന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ട്, ഒരു ലിബിഡോ എന്ന് പറയുന്ന സംഗതി. പിന്നെയുള്ളത് അറൗസലാണ്, ഒരു ഉണർച്ച എന്ന് പറയുന്ന സംഗതി വരുന്നു. പിന്നെ ഈ ഉദ്ധാരണം, അതായത് ഇറക്ഷൻ എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഈ ഉദ്ധാരണത്തിൽ വരുന്ന കുറവുകളാണ് അതിൽ വരുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നം, സൈക്കോജനിക് ആയിട്ടുള്ള നമ്മളെ അതുകൊണ്ടുള്ള നമുക്കൊരു ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞ സംഗതി. അതായത് നമുക്കൊരു സംഗതി നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത, അതാണ് ഏറ്റവും കൂടുതലായിട്ട് പലപ്പോഴും കാണുന്ന ഒരു സംഗതി. അതിന് ഒരുപാട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റീസണുകൾ ഉണ്ടാവാം. എന്തായാലും ആ മനസ്സിന്റെ ഇടപെടലുകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അധികവും ഉദാഹരണ പ്രശ്നങ്ങൾ, ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പൊ ഒരു സ്വയംഭാവം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഉള്ള ഇറക്ഷനൊന്നും കുഴപ്പമുണ്ടാവില്ല. ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരു സെക്സ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും ആ പ്രശ്നം ഉണ്ടാവുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പ്രശ്നം അവിടെയൊന്നുമല്ല, പ്രശ്നം നമ്മുടെ മനസ്സിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതി. രണ്ടാമത്തത് ഈ പറഞ്ഞ രക്തം വന്നറിയണമല്ലോ. അപ്പൊ ഈ രക്തം വന്നു കഴിഞ്ഞാൽ രക്തക്കുഴലുണ്ട്, ആ വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ, ഇപ്പൊ ആത്രോസ്ക്ലറോസിസ് അല്ലെങ്കിൽ ഈ ആർട്ടറികളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ബ്ലോക്കുകൾ, ഇതൊക്കെ വരുമ്പോൾ ഇതിൽ കുറവ് വരും. അത് നമ്മുടെ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. കുറവ് രക്തോട്ടത്തിലുള്ള കുറവ് വരും. അപ്പൊ അതുകൊണ്ട് ഈ ഉദാഹരണത്തിൽ കുറവ് വരും. പിന്നെയുള്ളത് നമ്മുടെ സിരകൾ, അത് രക്തം പുറത്തേക്ക് പോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അവ ഇത് ശരീരം പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അതിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകില്ല, അത് അടയണം. അത് അടയാതെ രക്തം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക വെച്ചാൽ അത് നിലനിൽക്കില്ല. ഉദാഹരണം ഉണ്ടാവും, പക്ഷെ നിലനിൽക്കില്ല, അതങ്ങ് പോകും. അപ്പൊ അങ്ങനെ വരുമ്പം അത് ഈ സിരകളുടെ പ്രശ്നമാണ്, വീനോജനിക്കാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ടും ഇത് സംഭവിക്കും. പിന്നെയുള്ളത് ഇതിനെല്ലാം നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ നാഡികളാണ് നിലനിർത്തുന്നത്. അപ്പം ആ നാഡികളിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് പ്രമേഹത്തിലൊക്കെ വളരെ സംഭവിക്കുന്നതാണ്. പ്രമേഹം നാഡികളെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കും. പ്രമേഹം എല്ലാ തരത്തിലും ബാധിക്കും, രക്തക്കൊഴലുകളെയും ബാധിക്കും, അവിടുത്തെ ഈ രക്തം വന്നറിയുന്ന ആ കലകളെയൊക്കെ ബാധിക്കും. ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. അപ്പൊ ഇതുകൊണ്ട് അപ്പം ഈ നാഡികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഇത് ഉദാഹരണത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അതിന് പ്രധാനമായിട്ടും ഉദാഹരണ പ്രശ്നത്തെക്കാളേറെ ലിബിഡോയിലാണ് കുറവ് വരും. നമുക്ക് താല്പര്യമില്ലായ്മയാണ് അതിലൊക്കെ വരും. അത് സംഭവിക്കാം. എല്ലാ ആണുങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വി ഹിയർ ഈസ് നിനക്ക് എത്ര നീളമുണ്ട്? ഇത് ഇമ്പോർട്ടന്റ് ആണോ ഫോർ എ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു ഈ പാർട്ട്ണർ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്ന സംഗതികൾ ഞാൻ ആ സ്റ്റേജിൽ പറഞ്ഞു. നമുക്കൊരു ലിബിഡോ വരണം, ഒരു എറൗസൽ ഉണ്ട്, ഇറക്ഷൻ ഉണ്ടാവുന്നു, ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമുക്ക് ഓർഗാസം ഇജാക്കുലേഷൻ ഉണ്ടാവുന്നു, അവസാനം പാർട്ട്നർ. ഇതില് നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, ഇതിൽ എവിടെയെങ്കിലും നമുക്ക് സൈസിൽ പ്രാധാന്യമുള്ള സംഗതി വരുന്നുണ്ടോ? ഇല്ല, ഒരിടത്ത് പോലും വരുന്നില്ല. കാരണം ഇറക്ഷൻ ഇല്ല, സൈസ് കുറഞ്ഞുകൊണ്ട് ഇറക്ഷൻ ഇല്ലാണ്ടാവുന്നില്ല, എറൗസൽ കുറയുന്നില്ല, ഇജാക്കുലേഷൻ ഇല്ലാണ്ടാവുന്നില്ല, ഓർഗാസിലും വ്യത്യാസം വരേണ്ട കാര്യമില്ല. പക്ഷേ പൊതുവെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, സൈസ് വളരെ പ്രധാനമാണ്, സൈസ് മാറ്റേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പൊതുവെ ഉണ്ട്. അത് മിക്കവാറും അത് നമ്മുടെ മനസ്സിലുള്ള ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും ഒരു ഉദാഹരണത്തിൽ പറയും, നമ്മുടെ ഈ സൈസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ബാറ്റിൽ ഓഫ് ഗ്വാഗമാല എന്ന് പറയും. ബാറ്റിൽ ഓഫ് ഗ്വാഗമാല എന്ന് പറഞ്ഞാൽ പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ ചക്രവർത്തി എന്ന ഡയറയസ് മൂന്നാമൻ തമ്മിലുള്ള യുദ്ധമാണ്. നമ്മുടെ ലോക ചരിത്രത്തിനെ നിർണയിച്ചൊരു യുദ്ധമാണ്. അന്ന് ഡയറയസ് ചക്രവർത്തിയുടെ സൈന്യത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം ആൾക്കാരാണ് സൈന്യത്തിൽ. അന്ന് അലക്സാണ്ടറിന് 50,000 താഴെ തന്നെ. ആരാ വരുന്നത്? ഡയറയസ്. പക്ഷെ അത് ജയിച്ചതാരാ? അലക്സാണ്ടർ. വേറൊന്ന്, ഡേവിഡും ഗോലിയാത്തും തമ്മിൽ യുദ്ധം, ആരാ ജയിച്ചത്? ചെറിയ ആളാ ജയിച്ചത്. സൈസ് മാറ്റർ ചെയ്തു എവിടെയെങ്കിലും? സൈസ് ഡസന്റ് മാറ്റർ. ഇറ്റ് ഓൾ ഇസ് യുവർ കോൺഫിഡൻസ്. ഇഫ് യു നോ ദ ജോബ് ടു ഡു,
നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, അത് നന്നായി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് അല്ല അവിടെ പ്രധാനം. ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ്. എങ്കിലും ചില സിറ്റുവേഷൻസ് പറയും. ഇപ്പൊ ഈ ഈ നമ്മളുടെ സെക്സ് നന്നായി ഒരു പാർട്ട്ണർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. അതാണല്ലോ ഇപ്പൊ ഇതിൽ എല്ലാത്തിനും പറയും. ഈ പാർട്ട്ണർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന പ്ലഷർ, അതിൻ്റെ ഒരു ഈ പ്ലഷർ ഉണ്ടാവണം എങ്ങനെയാ? ഞരമ്പ്, ഈ നാഡികളുടെ അറ്റം സ്റ്റിമുലേറ്റഡ് ആവും. യോനിയിൽ ഇതിന് ഈ സ്റ്റിമുലേറ്റഡ് ആവാനുള്ള, ഇതിനെ ഉത്തേജിപ്പിക്കാനുള്ള ഈ നാഡീ തന്തുക്കളെല്ലാം ഇരിക്കുന്നത് ആ യോനിയുടെ ഏറ്റവും പുറത്തുള്ള 1/3 ഭാഗം. അതായത് യോനിയുടെ മൊത്തം നീളത്തിന്റെ ഏറ്റവും പുറത്തുള്ള 1/3 ഭാഗത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. എത്ര അകത്തേക്ക് വന്നാലും അതില് വ്യത്യാസമില്ല. ആ സ്റ്റിമുലേഷൻ മുഴുവൻ നടക്കുന്നത് ആ പുറത്താണ്. ആ 1/3. ആ 1/3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 2.5 ഇഞ്ച്, മാക്സിമം 3 ഇഞ്ച് നീളമാണ് വരുന്നത്. അപ്പം ശരിക്കുള്ള സ്റ്റിമുലേഷൻ വരുന്നതിന് ഈ 2.5 ഇഞ്ച് 3 ഇഞ്ച് മതി. അപ്പോ നോർമൽ പിനൈൽ സൈസ് എന്ന് പറയുന്നത് ഒരു ആവറേജ്, നോർമൽ എന്ന് പറയുന്നത് വിടും, അത് ശരിയല്ല പ്രയോഗം. ശരാശരി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ലിംഗത്തിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ശരാശരി ഒരു 6 ഇഞ്ച് 6 ഇഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ 2.5 ഇഞ്ച് മാത്രമേ പാർട്ട്ണർക്ക് പ്ലഷർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് എക്സ്ട്രയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസം ആ പ്ലഷറിന് ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് 2.5 to 3 inches ഈസ് ഗുഡ് ഇനഫ് ടു ഗിവ് എ പ്ലഷർ എന്നുള്ളതാണ് അതിന്റെ കാര്യം. എങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്ന സംഗതി ഉണ്ടല്ലോ, നമ്മുടെ ബോഡി ഇമേജ് പോലെ തന്നെയുള്ള സംഗതിയാണ് ഓർഗൻ ഇമേജ്. അല്ലെങ്കിൽ നമുക്കത് ചെറുതാണോ എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ തോക്കും. ഏത് പരീക്ഷ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു എത്ര വിവരം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തോക്കുന്നുള്ള പേടിയിൽ പോയാൽ നമ്മൾ തോറ്റിരിക്കും. അതാണ്. അപ്പൊ ആ ആത്മവിശ്വാസം നമുക്കില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ബോഡി ഡിസ്മോഫിയ എന്ന് പറയും, അല്ലെങ്കിൽ ഓർഗൻ ഡിസ്മോഫിയ എന്ന് പറയും. അത് നമുക്കൊരു പോർ ഇമേജ് ആണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പെർഫോമൻസ് ആങ്സൈറ്റി കൂടുതലായിരിക്കും. ആ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ, കാരണം മനസ്സാണ് ഇവിടെ കളിക്കുന്നത് കൂടുതൽ, ആ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി, നമ്മൾ ഇത് ശരിയാവില്ല എന്നുള്ള സംശയങ്ങൾ വന്നു, നമ്മൾ തോക്കും. അവിടെ തന്നെ ഇറക്ഷൻ താഴേക്ക് പോകും, നമ്മൾ പോകും. അപ്പം പക്ഷെ എങ്കിലും ഒരു മിനിമം 3 inches എന്നുള്ളത് പ്രധാനമാണ്. 3 ഇഞ്ചസിന് താഴെയുള്ളതിന് നമ്മൾ മൈക്രോ പീനീസ് എന്നാ പറയും. അപ്പൊ അത് വരുമ്പോ നമുക്ക് അതിന് വേറെ ഓപ്ഷൻസ് വരും. പക്ഷെ അത് ഇറക്ട് പീനീസിലത്തെ ഇതാണ് പറഞ്ഞത്. അത് പക്ഷെ അപൂർവമാണ്, വളരെ വളരെ റെയറാണ്. അത് സാധാരണ എത്ര നമ്മുടെ അടുത്ത് വരുന്ന ചെറിയ ലിംഗം എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് പോലും നമ്മൾ വളരെ അപൂർവമായിട്ട് ഒരു പ്രശ്നമുള്ള ഇത് കാണാറുള്ളൂ. എല്ലാവരും ഈ ഫാലിക് സൈസ് ആങ്സൈറ്റി എന്ന് ഞാൻ പറയും. ആ ഫാലസിന്റെ സൈസ് പോരാ എന്നുള്ള തോന്നലാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഈവൻ ഫോർ ഫീമെയിൽസ് ഏറ്റവും നല്ലത് അവരുടെ യോനിയുടെ സൈസിനനുസരിച്ചിട്ടുള്ള ലിംഗാണ് എപ്പോഴും, ആ ഒരു മാച്ചാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ കണ്ടമാനം ആഡ്സ് ഇപ്പൊ നോക്കിയാൽ സൈസ് വലുതാക്കാനുള്ള ടാബ്ലറ്റ്സ്, ആയുർവേദിക് മെഡിസിൻസ്, ആയുർവേദിക് ബാബാസ്, കണ്ടമാനം ആൾക്കാരുണ്ട്. പീപ്പിൾ ആർ ഫോളോയിങ് ഫോർ ദീസ് ട്രാപ്സ്. അതിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ട്? ദേ ആർ ഓൾ ഫീഡിങ് ഓൺ യുവർ ആങ്സൈറ്റി ആൻഡ് ഫിയർ. നമ്മൾക്ക് സ്വയം നമുക്കൊരു ഭീതി അല്ലെങ്കിൽ ഉറപ്പില്ലായ്മ നിൽക്കുന്നതിന്റെ മുകളിൽ വന്നിറങ്ങുന്ന കഴിവന്മാരാണ് ഇവരെന്ന് ഞാൻ പറയുള്ളൂ. അവർക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് എന്താ പ്രശ്നം ഇതില് നമ്മൾ പോൺ മൂവീസ് കാണുമ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും അതിലുണ്ടാവും. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മളുടെ കൺസെപ്റ്റുകൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. അപ്പം ഗെറ്റ് എന്താ പറയാ, ഫിക്സേഷൻ ടു ദി ലാർജ് സൈസ് ഓർഗൻ എന്നുള്ളൊരു ഫിക്സേഷൻ വരും. അപ്പം നമ്മൾ പോരാ എന്നുള്ളൊരു തോന്നല് പലപ്പോഴും ആ തോന്നലിന്റെ മുകളിലാണ് ഈ ബിസിനസ് മുഴുവൻ നടക്കുന്നത്. Now, so sir, length size doesn't matter എന്ന് very clarified. You gave a wonderful explanation. Now, ഞങ്ങൾക്ക് ഈ erection maintain ചെയ്യാൻ, is there a natural method
or do we need, if there is over the counter, if kandaman medicines available ആണ്, lot of ads are shown, what is the best way to do it? നമ്മൾ ഇതിന്റെ ഫിസിയോളജിയിലേക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് നോർമൽ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്ക് ഇറക്ഷനിൽ ഒരു പ്രശ്നം വരേണ്ട കാര്യമില്ല. ഇഫ് യുവർ ബോഡി ഈസ് ഗുഡ്, യുവർ മൈൻഡ് ഈസ് ഗുഡ്, യു നീ നോട്ട് ഹാവ് എനി പ്രോബ്ലം. ഒരിക്കലും ഒരു പ്രശ്നം വരേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഓഫ് കോഴ്സ് അതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. പക്ഷേ അത് തന്നെയാണ് പ്രാക്ടിക്കലിൽ നമുക്കത് സംഭവിക്കില്ല. പണ്ട് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, അതായത് man can win wars, man can win matches, but even failure in these things, he overcomes well. But a failure in bedroom, he cannot. പുരുഷന്റെ ഒരു പ്രശ്നമാണ് ആ ഫെയിലർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് എപ്പോഴും ഇല്ല. നമ്മൾ സൈക്കിൾ ചെയ്തോട്ട് കഴിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വീഴും, പലപ്പോഴും വീണു വരും, നമ്മൾ പിന്നെയും കയറി ചവിട്ടില്ലേ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒറ്റ വീഴ്ചയിൽ തകർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത then it eats away your mind. അത് ഇങ്ങനെ ക്യാരി ഓൺ ചെയ്യും. നമ്മളുടെ ഞാനത് ശരിയായില്ലല്ലോ, അത് നമ്മുടെ പുരുഷന്റെ ഒരു പ്രശ്നമാണത്. അപ്പം ആ ഒരു മനസ്സിന്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് അവിടെ ഉണ്ട്. അതിന്റെ മുകളിലാണ് അവര് പോകുന്നത്. പക്ഷെ നമ്മൾ നാച്ചുറൽ ആയിട്ട് നോക്കുമ്പോൾ ഡു യു ഫീൽ ഇതില് പെർഫോമൻസ് ബെറ്റർ ആക്കാൻ ഒരു ലേഡിയുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇതിൽ ഇമ്പോർട്ടന്റ് ആണോ? Absolutely. The best happens when you are synchrony ആണല്ലോ ഏറ്റവും വലിയ സംഗതി. നേച്ചറിന്റെ ഏറ്റവും വലിയ സംഗതി synchrony-ആണ്. So when two are in place, playing together, naturally the synchrony is important. So the mind is important. How well you cooperate, how well you communicate, ഇതെല്ലാം പ്രധാനം. അതെ. അപ്പം അതില് പാർട്ട്ണറിന്റെ സപ്പോർട്ട്. കാരണം ഒരിക്കലും ഒരാൾക്ക് ഇപ്പൊ ഒന്ന് താഴ്ന്ന നമ്മളിപ്പോ ഓർക്കസ്ട്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ചിലപ്പോൾ ഒരാളൊന്ന് മോശമായെന്ന് വരും, മറ്റേയാളപ്പം ഒപ്പിച്ചു കൊടുക്കും. ഇതേപോലെ തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾ ഒന്ന് ഒരു സമയത്ത് വെച്ചാൽ മറ്റേയാളുടെ സപ്പോർട്ടിൽ അത് മെച്ചപ്പെടും, ഓൾവേസ് മെച്ചപ്പെടും. അത് സംഭവിച്ചില്ല. ദ ബെസ്റ്റ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഇസ് ദ അബ്സല്യൂട്ട് ബ്യൂട്ടി ഓഫ് ദി സെക്സ് എന്നാണ്. അപ്പം ഈ നമ്മൾ നോർമലി ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ സ്റ്റേജിലൂടെ പോകുമ്പോൾ നമ്മളുടെ ബ്ലഡ് ഫ്ലോ ആണ് അതിൽ ക്രക്സ്. നമ്മുടെ ഇറക്ഷന്റെ ക്രക്സ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ആ ബ്ലഡ് ഫ്ലോ ആണ്. അപ്പൊ ബ്ലഡ് ഫ്ലോ കൂട്ടുന്ന എന്തും നല്ല റിസൾട്ട് തരും. ഏറ്റവും നല്ലതായിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടുന്ന എക്സസൈസ് ആണ് സ്വാഭാവികമായി. എനി എക്സസൈസ് ആൻഡ് സ്പെഷ്യലി ഫോർ ഈ ഒരു ഇറക്ഷന്റെ ഭാഗം ഈ പെൽവിസിലുള്ള, അതായത് നമ്മുടെ ഇടുപ്പലിന് ചുറ്റുമുള്ള ഏരിയാസും മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടുന്ന ആ തരത്തിലുള്ള എക്സസൈസുകളെല്ലാം ഇതിന് ഗുണം ചെയ്യും. അത് നാച്ചുറലി അത് ഗുണം ചെയ്യും. അപ്പൊ ഈവൻ പിന്നെ ഇതിനുള്ള നമുക്ക് കൂടുതൽ നേരം ഹോൾഡ് ചെയ്യാനുള്ള, ഇപ്പം നമുക്ക് ജാക്കുലേഷൻ മാക്സിമം ഡിലേ ചെയ്യിക്കാനുള്ള അതൊക്കെ ഈ പ്ലഷറിന്റെ ഭാഗമാണല്ലോ. അപ്പം അതിന് ഈ ജാക്കുലേഷൻ ഡിലേ ചെയ്യിക്കാനായിട്ടുള്ള എക്സസൈസുകളുണ്ട്. ഇപ്പം കേഗൽസ് എക്സസൈസ് ഒക്കെ ഇതിനൊക്കെ വളരെ ഗുണം ചെയ്യും. കേഗൽസ് അബ്സല്യൂട്ട് വെരി ഗുഡ് എക്സസൈസ് ആണ്. അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നപ്പോൾ നമുക്ക് ഓൾവേസ് യു ക്യാൻ ഹോൾഡ് ഓൺ. നമ്മുടെ പെൽവിക് മസിൽസിന്റെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്കത് ഹോൾഡ് ചെയ്യാൻ പവർ കൂട്ടാനുള്ള സാധിക്കും. അപ്പം അത്തരം എക്സസൈസുകൾ നമ്മുടെ പെർഫോമൻസിനെ ഡെഫിനറ്റ്ലി ബെറ്റർ ആക്കും. അതൊക്കെ നാച്ചുറലി ചെയ്യാവുന്ന. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഡയറ്റ് നല്ല ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഐഡിയൽ ആണത്. ഇതിന് സപ്പോർട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഓൾ ദീസ് ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഭക്ഷണങ്ങളെല്ലാം നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ നല്ല സ്ലീപ്പ് ഓൾവേസ് ഗുഡ്. പിന്നെ യു ട്രൈ ടു ലിമിറ്റ് യുവർ ആൽക്കഹോൾ ആൻഡ് സ്റ്റോപ്പ് ക്വിറ്റ് സ്മോക്കിംഗ്. ഇതൊക്കെ കാരണം ഇതെല്ലാം നമ്മുടെ ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്ന സംഗതികളാണ്. നമ്മുടെ സ്മോക്കിംഗ് ഈസ് വെരി മച്ച് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാഭാവിക ആൾക്കാർ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിപൊളി ആൾക്കാർ നടക്കണ്ടല്ലോ. സത്യമാണ്, ചില എല്ലാവരും അതുപോലെ ആവില്ലല്ലോ. certain people are not lucky enough to have സ്മോക്കിംഗ് എത്ര വേണമെങ്കിൽ കഴിച്ചപ്പോ ചെർച്ചിലിനെ പോലെ ഒരു അസുഖമില്ലാണ്ട് നടക്കുന്ന സ്ഥലം പോലെ പുകയും വലിച്ചു നടന്ന ആൾക്കാരൊക്കെ വലിച്ചു. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ജനറ്റിക് ഡിഫറൻസുകളുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് സ്മോക്കിംഗ് ഇസ് ഡേഞ്ചറസ്. നമുക്ക് ആരാണ് കുഴപ്പമുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം ചില ആൾക്കാരുടെ രക്തക്കൂടുതലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ അത്തരക്കാര് നമ്മൾ ഡെഫിനറ്റ്ലി സ്മോക്കിംഗ് നല്ലതല്ല. Everyone knows about Viagra. Who should take Viagra, and is it
സേഫ് ടു ടേക്ക് ഇറ്റ് ഓവർ ദ കൗണ്ടർ? ഇപ്പൊ ലൈക്ക് ഹൗ വി ടേക്ക് ഒരു പാരസെറ്റമോൾ മേടിക്കുന്ന പോലെ വയഗ്ര ഇങ്ങനെ ഓവർ ദ കൗണ്ടർ മേടിക്കുന്നത് സേഫ് ആണ്? നെവർ. അവർ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയും. കാരണം വളരെ പ്രിക്കോഷൻസ് എടുത്ത് തന്നെ കഴിക്കേണ്ട മരുന്നുകളാണ് അതെല്ലാം. ഒരിക്കലും ഓവർ ദ കൗണ്ടർ പ്രിപ്പറേഷൻ അല്ല. ഒരിക്കലും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടി. ലോകത്തിൽ എവിടെയും അത് ഓവർ ദ കൗണ്ടർ പ്രിപ്പറേഷൻ അല്ല. അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതന്നെ സ്പെഷ്യാലിറ്റി പ്രിസ്ക്രിപ്ഷൻ തന്നെ വരണം, എന്നാലേ അത് കിട്ടുള്ളൂ. ഇവിടെ പിന്നെ ഒരു നിയമങ്ങൾക്ക് ഒരു വ്യവസ്ഥത ഇല്ലാത്തതുകൊണ്ട് ഓവർ ദ കൗണ്ടർ ആവുന്നതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അതിൽ റിസ്കുകളുണ്ട്. ഈ മരുന്നുകൾക്കെല്ലാം ഈ ഫോസ്ഫോഡൈഎസ്റ്ററേസ് എൻസൈമിന്റെ ഇൻഹിബിറ്റേഴ്സ് ആണ് ഇതെല്ലാം. ഇപ്പം സിൽഡനാഫിൽ, ടാഡലാഫിൽ, ഞാൻ എൻ്റെ കെമിക്കൽ പേര് ഉപയോഗിക്കുന്നത് മാത്രം. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഉപയോഗിക്കാനേ പാടില്ല. അല്ല, അപ്പൊ ഇതൊന്നും അറിയാത്ത ആൾക്കാർ എങ്ങനെയാണ് ഓവർ ദ കൗണ്ടറിൽ പോയി വാങ്ങിക്കുന്നത്? ഡെഫിനറ്റായിട്ടും ചില കാര്യങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട്. മരണം വരെ സംഭവിക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അവർ ഉപയോഗിക്കാൻ പാടില്ല. ചില മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഹാർട്ടിന്റെ സംബന്ധമായിട്ടുള്ള ചില നൈട്രൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇത് കോമ്പിനേഷൻ വരാൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് ഒരിക്കലും നോട്ടീസ് അല്ല. ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് കണ്ട് ഒരാളെ മനസ്സിലാക്കി കൊടുക്കുന്നത് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സാധാരണ ഇപ്പം പലപ്പം ചില ആൾക്കാർക്ക് ശക്തിയായ തലവേദനകൾ ഉണ്ടാവാം. ടാഡലാഫിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവാം. പലർക്കും കാണാറുണ്ട്. വിഷ്വൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇപ്പൊ സെലിനാഫിലൊക്കെ നമ്മൾ കാണുന്ന കുറച്ചുകൂടി പ്രായം ചേർന്ന ആൾക്കാർ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആർട്ടീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ അവരിൽ കാണുന്ന ഒരു അന്ധതയിലേക്ക് നയിക്കുന്ന പ്രശ്നം വരെ ഉണ്ടാവാറുണ്ട്. അതായത് നോൺ ആട്രേറ്റിക് ഇസ്കീമിക് ആന്റി ഇസ്കീമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ അസുഖം. വളരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ ഇതുകൊണ്ട് സംഭവിക്കുന്നതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു OTC പ്രോഡക്റ്റ് ഒരിക്കലും അതിനെ കാണരുത്. ഇപ്പൊ കണ്ടുമാനം ആൾക്കാർ പോണും മാസ്റ്റുർബേഷൻ വെരി കോമൺ ആണ്. അതില് കണ്ടുമാനം കണ്ടു കഴിഞ്ഞാൽ എറക്ടൈൽ ഡിസ്ഫങ്ഷനോ പെർഫോമൻസിൽ ബുദ്ധിമുട്ട് വരും? വരാം. അതെന്താ വെച്ചാൽ ഷോർട്ട് ആൻസർ വരാം എന്നാണ്. പക്ഷെ എന്നാലും അത് കുറച്ചുകൂടി അത് എലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ മാസ്റ്റുർബേഷൻ ചെയ്യുന്നതൊക്കെ നമ്മളെ ഈ കീപ്പിംഗ് യു ആക്റ്റീവ്, സെക്ഷലി ആക്റ്റീവ് ആയിട്ട് യു ആർ ഒരു ഓൺലി ഹെൽപ്പ് ഇൻ ദി ഈ സെക്ഷൽ ആക്ടിലേക്ക് വരുമ്പോൾ. അതേപോലെ തന്നെ പോൺ കാണുന്നതുകൊണ്ടും ഇറ്റ് ക്യാൻ ഓൾവേസ് യു ക്യാൻ ഒരു അതിനോടനുബന്ധിച്ചുള്ള ഫാന്റസികളും തോട്ട്സുകളും എല്ലാം it will keep you sexually alive. And it can always help enhance your sexual performance ഒക്കെ വരാം. പക്ഷെ ഇതെല്ലാം അധികമായ അമൃതം വിഷമാണല്ലോ. അതുപോലെ തന്നെ ഇതിന് പ്രശ്നങ്ങളുണ്ട്. അതായത് രണ്ടും രണ്ടായിട്ട് പറയുന്നത്. പോണിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഒരു ജനറലി നമ്മൾ ഈ പോണിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സംഗതികളിലെല്ലാം ഒരു അൺറിയലിസ്റ്റിക് സിറ്റുവേഷൻസ് പലതും ഉണ്ടാവും. ഒരുപാട് ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ വരുന്നത്, വളരെ അധികം ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മൾ അതിനോട് വളരെയധികം തുടർച്ചയായിട്ട് അതിൽ തന്നെ ആ ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾ ഏത് സംഗതി ഇപ്പൊ ഒരു പ്ലഷർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവുമ്പോൾ അതൊരു റിവാർഡ് സിസ്റ്റമാണ്. നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റമാണ്. ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഏറ്റവും കെമിക്കലുള്ള മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു റിവാർഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റം അല്ല ചിലപ്പോൾ ഈ ഹൈപ്പർ സ്റ്റിമുലേഷൻ വരും. നമ്മൾ ചെറിയൊരു ഡിസ്റെഗുലേഷൻ അവിടെ വരും, സ്വാഭാവികമായിട്ട് ബ്രെയിനിന്റെ വരും. നമ്മുടെ ചെറിയൊരു റീവയറിംഗ് അവിടെ സംഭവിക്കും, നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കും. അപ്പം നമുക്ക് ആ ഹൈപ്പർ സ്റ്റിമുലേഷനിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയിൽ സഡൻലി റിയൽ ടൈം സിറ്റുവേഷനിൽ പാർട്ട്ണറുടെ ഇത് വരുമ്പോൾ ദർ ഇസ് നോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ ആ വരുമ്പോ യു ഫീൽ നോട്ട് സാറ്റിസ്ഫൈബിൾ ഇനഫ്. ആ ഒരു പ്രോബ്ലം നമുക്ക് വരും. നമുക്കത് ആ ഒരു എറൗസലോ ആ ഒരു ഇന്റൻസിറ്റിയോ പ്രോബ്ലി കിട്ടും. കാരണം ഇതെല്ലാം സിസ്റ്റം മാറി. അവിടുത്തെ ആ ഡിസ്റെഗുലേഷൻ വന്നു, ഡോപ്പമിന്റെ റിവാർഡ് സിസ്റ്റത്തിൽ ഒരു പ്രശ്നം വന്നു. അപ്പൊ നമുക്ക് ആ പഴയ എൻജോയ്മെന്റ് ചിലപ്പോൾ കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നമെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ഓൺ ടു അതെന്താ എന്നുള്ള സംശയം നമ്മളെ സ്വാഭാവികമായിട്ട് ഒരു ആങ്സൈറ്റി നമ്മുടെ ഉള്ളിൽ വരും. ഇതെന്താ ശരിയാവാത്ത എന്നുള്ള ആ ആങ്സൈറ്റി വിൽ ലീഡ് ടു ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ. സെയിം വിത്ത് ദ ഫീമെയിൽ ഓൾസോ.
ഫീമെയിലും പ്രശ്നം വരും. കാരണം ഇദ്ദേഹത്തിന് ഇത് ചെയ്താവില്ല, ദാറ്റ് മീൻസ് ഈ ലൈക്സ് ഓൺലി. അപ്പം നാച്ചുറലി ഒരു തമ്മിലുള്ള ആ ഒരു സിങ്ക്രണി അവിടെ ബ്രേക്കും. അപ്പൊ ദാറ്റ് കോസസ് എ റിയൽ പെർഫോമൻസ് പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു പോൺ ഇൻഡ്യൂസ് ഇറക്റ്റഡ് ഡിസ്ഫങ്ഷൻ PIED എന്ന് പറഞ്ഞിട്ടൊരു ഒരു എൻറ്റിറ്റി തന്നെ ഉണ്ട്. അപ്പം ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് ഡിസ്ക്രൈബ്ഡ് ആണ്. അപ്പൊ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദ സെയിം വിത്ത് ഈ മാസ്റ്റുർബേഷൻസ് ഉള്ള ഇതിൽ നിന്ന് സംഭവിക്കാം. മാസ്റ്റുർബേഷന്റെ ഒരു പ്രോബ്ലം, ദർ ആർ സർട്ടൻ മാസ്റ്റുർബേഷൻ ടെക്നീക്സ് കോൾഡ് ഡെത്ത് ഗ്രിപ്പും റാപ്പിഡ് പേസ് എന്നൊക്കെ ടെക്നീക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെങ്കിൽ ഡെത്ത് ഗ്രിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ശക്തിയായിട്ട് അമർത്തിക്കൊണ്ടുള്ള നമ്മള് ഓർഗനെ അമർത്തിക്കൊണ്ട് ചെയ്യുന്ന ആ ഇജാക്കുലേഷനിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഭയങ്കര ഹൈ പ്രഷറിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രഷറിൽ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഒരിക്കലും ഒരു പാർട്ണറിൽ ആ ടൈറ്റ്നെസ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നാച്ചുറലി യു ഫീൽ അൺസാറ്റിസ്ഫൈഡ് ആൻഡ് ദാറ്റ് വിൽ ഗോസ് എ റിഡക്ഷൻ ഇൻ യുവർ അറൗസൽ ആൻഡ് വിൽ ലീഡ് ഓൺ ടു യുവർ ഇറക്റ്റഡ് ഡിസ്ഫങ്ഷൻ. അതുണ്ടാക്കുന്നത് സെയിം വിത്ത് റാപ്പിഡ് പേസ്. റാപ്പിഡിലും ആ ഒരു ഇതിലും സെയിം പ്രോബ്ലംസ് ഉണ്ടാവും. അത്തരം ചില എക്സ്ട്രീം ഫോംസ് ഓഫ് പ്ലഷർ സീക്കിംഗ് സിറ്റുവേഷൻസിൽ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ മച്ച് ന്യൂ ഇൻഫർമേഷൻ. ഇപ്പോ സർ, ഇപ്പോ പുറത്തെ രാജ്യത്തിൽ ഈ മലേഷ്യ, തായ്ലൻഡ് ഇതിലൊക്കെ കണ്ടുമാന ആൾക്കാർ ഐ ഹാവ് ഹാഡ് പേഷ്യൻസ് who undergone penile implant surgeries. If they go to specific countries like Thailand, Malaysia and all for this. ഇന്ത്യയിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. But how implant or replant? Implant and I don't know about replant. Replant is actually amputation of the penis and you're replanting it. I see. Okay. So that's also common in these areas. Very common for Thailand and all. That's why I asked. Okay. Implant. ഇപ്പൊ implant is it there and how does it work? Implant, pineal implant definitely there. നമ്മൾ ചെയ്യാറുണ്ട്. അതില് ചില പക്ഷേ ആർക്കാണ് ഇംപ്ലാന്റ് വേണ്ടതെന്നുള്ളൊരു ഒരു വളരെ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാൾ, ആൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, ഒരുമായി പറഞ്ഞ മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല, അതൊന്നും ഇംപ്രൂവ് ആവുന്നില്ല, പക്ഷെ ഈ ആൻഷ്യസ് ആയിട്ട് തുടരുകയാണ്, ഹി നീഡ്സ് എ ട്രീറ്റ്മെന്റ്. അങ്ങനെ വരുമ്പോൾ അത് ഒന്ന്. പിന്നെ ചില സിറ്റുവേഷൻസ്, ഫോർ എക്സാമ്പിൾ അത് ആർട്ടീരിയൽ പ്രോബ്ലംസ് ഉള്ള ആൾക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടും ഒരു മരുന്ന് ചിലപ്പോൾ ഏശിന്ന് വരില്ല. അപ്പം അല്ലെങ്കിൽ ഹൈ വൈവിനജനിക് ഇഷ്യൂസ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊന്നും മരുന്നൊന്നും ഏശിന്ന് വരില്ല. അപ്പൊ അങ്ങനെ പണ്ട് കുറെ സർജറീസ് ഉണ്ടായിരുന്നു. നമ്മൾ ബ്ലഡ് വെസൽസ് ഒക്കെ എടുത്ത് വേറെ കൊടുത്ത് ബൈപ്പാസ് ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഒന്നും ഒട്ടും പോപ്പുലർ അല്ല. അപ്പൊ ഇപ്പം ഈസിയർ മെത്തേഡ് ഇങ്ങനത്തെ അവസരങ്ങളിൽ ഇംപ്ലാന്റ് ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ ഈ പെറോണിസ് ഡിസീസ് എന്നൊരു കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു മധ്യവയസ്കരായ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ഇതില് ചെറിയ പൊട്ടലുകൾ നമ്മുടെ കോപ്പർ കാർബണസ് വന്ന് ചെറിയ മൈക്രോ ബ്ലീഡ്സ് ഉണ്ടായിട്ട് ഫൈബ്രോസിസ് വന്ന് അപ്പൊ അവിടുത്തെ ഈ പെനിസിന്റെ എക്സ്പാൻഷൻ നടക്കില്ല. ഇപ്പൊ നടക്കുന്നത് ഒരു ഭാഗത്ത് നടക്കുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് വളയും. ഒരു ഭാഗത്ത് നടക്കുന്നു, ഒരു ഭാഗത്ത് നടക്കുന്നില്ല. അപ്പൊ ഇത് വളയും. ഒരു കോടി എന്ന് പറയും, നല്ലൊരു ഭയങ്കരമായ വളവുണ്ടാവും. നമുക്ക് പെനിട്രേഷൻ തന്നെ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഇംപ്ലാന്റിന്റെ ഒക്കെ ആവശ്യം. അത് പണ്ടൊക്കെ നമ്മളിത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ വെച്ച് കൊടുക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ പലപ്പോഴും അത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനിലേക്ക് പോകാറുണ്ട്. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇംപ്ലാന്റ്സ് വെക്കുക എന്നുള്ളത്. ഇംപ്ലാന്റ്സ് ഒന്നുമില്ല, ആക്ച്വലി ഇറ്റ്സ് എ വെരി സിമ്പിൾ സർജറി. ഒരു വലിയ പ്രശ്നമുള്ളത് നദിയൊന്നുമല്ല. അതായത് നമ്മളുടെ കോപ്പസ് രണ്ട് അറകൾ, പ്രധാനപ്പെട്ട അറകളുടെ ഉള്ളിലേക്കും നമ്മളൊരു കൃത്രിമമായിട്ടുള്ള ഒരു ഇറക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം അതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എപ്പോഴും ഇറക്ഷൻ ഉള്ള ഒരു സാധനമുണ്ട്, ഒരു സെമി മാലിബിൾ എന്ന് പറയുന്ന, ഒരു മാലിബിൾ എന്ന് പറയും, സെമി മാലിബിൾ അല്ല, സെമി റിജിഡ് അല്ലെങ്കിൽ മാലിബിൾ ആയിട്ടുള്ള സാധനം. അതെപ്പോഴും ഓൾമോസ്റ്റ് റിജിഡ് ആയിരിക്കും ആ സാധനം വെക്കുകയാണെങ്കിൽ. പക്ഷെ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അത് വളരെ ചീപ്പാണ്, അത്ര എക്സ്പെൻസീവ് അല്ല, നോട്ട് വെരി ചീപ്പ്. പക്ഷെ എന്നാലും അത് കുറെ ഇത് വെച്ച് കൊടുക്കും. പക്ഷെ അതിന്റെ ഒറ്റ പ്രോബ്ലം ഉണ്ടെങ്കിൽ എപ്പോഴും കറക്റ്റ് ആയതുകൊണ്ട് അത് നമുക്ക് ഹൈഡ് ചെയ്യാൻ അത്രയും ഒരു പ്രയാസം ഉണ്ടാവും. അത് മടക്കിയൊക്കെ വയ്ക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. നേരെ മറിച്ച് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള സംഗതികളുണ്ട്, ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ്സ്. അതിന് ഇതിനുള്ളിൽ വെക്കുന്ന ഈ ദണ്ട് പോലെ വെക്കുന്ന ഈ രണ്ട് കാർബണോസിലേക്കും ഓരോന്ന് വെക്കും. പിന്നെ അതിലേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലൂയിഡ് വന്ന് കയറും മാത്രമേ ഇത് ഇറക്റ്റാവും.
ആ ഫ്ലൂയിഡ് നിറയ്ക്കുന്ന റിസർവാർ നമ്മുടെ വയറിന്റെ അടിയിൽ വെക്കും. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ച് നമ്മുടെ സ്ക്രോട്ടത്തിൽ വെക്കും. അപ്പൊ നമ്മൾ സ്വിച്ച് അമർത്തിയാൽ ഇറക്ഷൻ വരുള്ളൂ. അത് പക്ഷെ അതൊരു യന്ത്രമാണത് സത്യം പറഞ്ഞല്ല. അപ്പൊ യന്ത്രം ചിലപ്പോൾ ഫെയിൽ ചെയ്യാം, ലോങ് റൺ ചെയ്ത് മെഷീനും ഒരു ഫെയിലർ സംഭവിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം അതിനുണ്ടെങ്കിൽ പോലും അത് കുറച്ചുകൂടി നാച്ചുറൽ ആണ് അതിന്റെ ഇറക്ഷൻ കമ്പയർഡ് ടു നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണത്. ഈ 2 പീസും ഉണ്ട്, 3 പീസും പല ടൈപ്പിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇംപ്ലാന്റ്സ് ചെയ്യുന്നത്. ഇത്തരം ആൾക്കാരിലാണ് അധികം അത് ചെയ്യുക. വേറൊരു ചോയ്സ് ഇല്ലാത്ത ഇറക്ഷൻ വേണ്ടി ഇല്ലാത്ത. അതിലിപ്പോ യൂറിൻ പാസ് ചെയ്യാനും അതിനൊന്നും ഒരു തടസ്സം ഇല്ല. യൂറിൻ പാസ് ചെയ്യുന്നത് വേറെ മൂന്നാമത്തെ വഴി കൂടിയല്ലേ. അത് കോപ്പസ് സ്പഞ്ചോസിന് ചുറ്റും അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇത് മുകളിലുള്ള 2 അറകളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ മൂത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊരു സേഫ് ടെക്നിക്കാണ്. സേഫ്, ഓൾമോസ്റ്റ് സേഫ് എന്ന് പറയാം. കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഒരു നമുക്കറിയാം എർട്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം ഡയബറ്റീസ് ആണ്. അപ്പൊ ഈ ഡയബറ്റീസ് ആയ ആൾക്കാർക്ക് ഇംപ്ലാന്റ് പ്രോബ്ലംസ് ഓഫ് ഇംപ്ലാന്റ്സ് ഇൻ ഡയബറ്റിക് പേഷ്യന്റ്. അത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പണിയായി. അത് എടുത്തു കളയാനല്ലാണ്ട് ഒരു മാർഗ്ഗം ഇല്ല. ഇൻഫെക്ഷൻ പിന്നെ ഉള്ളത് ഇറോഡ് ചെയ്യാം. ഇറോഡ് ഔട്ട് സൈഡ്, പുറത്തേക്ക് തള്ളി വന്നിട്ടുള്ള. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എടുത്തു കളയാം. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇംപ്ലാന്റ് എടുത്തു കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും പിന്നെ നാച്ചുറൽ ഇറക്ഷൻ ഉണ്ടാവില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഗോൺ. അപ്പൊ വീണ്ടും ഇംപ്ലാന്റ് ഇടാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് അതിനുണ്ട്. പക്ഷെ നോട്ട് കോമൺ ടെക്നിക്കൽ ഇഷ്യൂസ്. How many times can you re-implant? യൂഷ്വലി ഒരു ഡിവൈസ് ഫെയിൽ ആയി, ഒരു ഡിവൈസ് സാധാരണ അതിന്റെ ഒരു ആയുസ് ഇപ്പൊ 3 പീസ് ഇൻഫ്ലേറ്റബിൾ പ്രോസസ് ഒക്കെ യൂഷ്വലി 10-15 years ഒക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോവാറുണ്ട്. മിക്കവാറും കേസുകളിൽ പോവാറുണ്ട്. മറ്റേതിന് 10 years ഒക്കെ കിട്ടാറുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോവാറുണ്ട് ആൾക്കാർ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ കോംപ്ലി ഇഷ്യൂസ് ഒക്കെ പലപ്പോഴും ഉണ്ടാവാം. അത്രയൊക്കെ പോവാം. യൂഷ്വലി ആൾക്കാർ യങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അധികം വേണ്ടി വരാറില്ല. പ്രശ്നം വരാറില്ല. അതെ, അത്രയൊക്കെ തന്നെ അങ്ങനത്തെ ആൾക്കാരിന് തന്നെ വേണ്ടി വരാറുള്ളൂ. യങ് പേഷ്യൻസ് ഒക്കെ ഒന്നും ഒരിക്കലും വേണ്ടി നോട്ട് ഡൺ സത്യം പറഞ്ഞാൽ വേണ്ടി വന്നിട്ടില്ല. മറ്റേ വരാം. ഇപ്പൊ ലോകത്തിൽ തന്നെ പുരുഷന്മാരിൽ ഉണ്ടാവുന്ന അർബുദങ്ങളിൽ നമ്പർ 2 പ്രോസ്റ്റേറ്റ് അർബുദം. അത് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് ഇടയ്ക്ക് നിൽക്കണു, ഒരു ക്രമമില്ലാണ്ട് പോണ പോലെ പോകുന്നു. ഇനിയിപ്പോ ഒഴിച്ചു കഴിഞ്ഞാലോ തൃപ്തിയായില്ല എന്നുള്ളത് തോന്നുന്നു. ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആള് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല.